നമസ്കാരം. അമേരിക്കയ്ക്ക് നേരെ റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീതിയിൽ ലോകരാജ്യങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈൽ റഷ്യയ്ക്ക് നേരെ ഉക്രൈൻ പ്രയോഗിച്ചതാണ് അമേരിക്കയ്ക്ക് നേരെയുള്ള ആണവ ആക്രമണ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ പൗരന്മാരോട് അമേരിക്കയിലേക്ക് പോകരുത് എന്നും അവിടെയുള്ളവരോട് രാജ്യം വിടാനും റഷ്യ നിർദ്ദേശിച്ചത് റഷ്യ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ സൂചന കൂടിയായാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത്. യുക്രൈൻ തലസ്ഥാനം റഷ്യ തരിപ്പണമാക്കുമെന്നത് എന്തായാലും ഉറപ്പായി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് റഷ്യ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ അതോ അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ തന്നെ ആണവായുധം പ്രയോഗിക്കുമോ എന്നതാണ്. ഇത്തരമൊരു ഭീതിയാണ് ഇപ്പോൾ പരക്കെ ഉള്ളത്. റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലായ ഒറഷ്നിക്കിനെയും അതുപോലെ തന്നെ അമേരിക്കയെ മൊത്തം തന്നെ നിമിഷനേരം കൊണ്ട് ചാരമാക്കാൻ കഴിയുന്ന സതാൻ 2വിനെയും തടയാൻ ശേഷിയുള്ള ഒരായുധവും നിലവിൽ ലോകത്തില്ല. അമേരിക്ക ആണവായുധം പ്രയോഗിക്കാൻ ചിന്തിക്കും മുൻപ് തന്നെ അത് പ്രയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ റഷ്യയ്ക്കാണ് സാധിക്കുക. അതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ അനുമതി മാത്രം മതിയാകും. അമേരിക്കയെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന പകയാണ് റഷ്യയ്ക്ക് നിലവിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. യുക്രൈനെ മുൻനിർത്തി അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധത്തിന്റെ ക്ലൈമാക്സ് അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങൾ പുതിയ സംഭവ വികാസങ്ങളെ ഞെട്ടലോടെയും ഭീതിയോടെയും ഒക്കെയാണ് കണ്ടുവരുന്നത്. തെക്കൻ റഷ്യൻ നഗരമായ ടാഗൻഡോഗിന് സമീപമുള്ള റഷ്യൻ സൈനിക എയർഫീൽഡിന് നേരെയാണ് യുക്രൈൻ സൈന്യം 6 അമേരിക്കൻ നിർമ്മിത ATACMS മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ശക്തമായ പ്രതികാരം ചെയ്യുമെന്നും റഷ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഏത് രൂപത്തിലാകും എന്നത് മാത്രമാണ് ഇനി കണ്ടറിയാനുള്ളത്. യുക്രൈൻ സേന തൊടുത്തുവിട്ട 6 അമേരിക്കൻ മിസൈലുകളിൽ 2 എണ്ണം റഷ്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. മറ്റ് 4 എണ്ണം ഇലക്ട്രോണിക് വാർഫെയറിൽ വഴിതെറ്റിയാണ് പതിച്ചത്. ഈ ആക്രമണത്തിൽ എയർഫീൽഡിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും 2 അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളും നിരവധി കാറുകളും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മിസൈലിന്റെ ശകലങ്ങൾ വീണ ഏതാനും റഷ്യൻ സൈനികർക്കും പരിക്കേറ്റതായാണ് പുറത്തുവരുന്ന വിവരം. മുൻ അമേരിക്കൻ ബ്രിട്ടീഷ് മിസൈലുകൾ പ്രയോഗിച്ചതിന് ഒറഷ്നിക്ക മിസൈൽ പരീക്ഷണാർത്ഥം തൊടുത്തുവിട്ടതാണ് റഷ്യ മറുപടി നൽകിയിരുന്നത്. വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഈ മിസൈലിൽ ആണവ ഫോർമുല ഘടിപ്പിച്ച വിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ യുക്രൈനും നാമാവശേഷമായേക്കാം. യുക്രൈന് പുറമെ നാറ്റോ രാജ്യങ്ങളിലെ 42 സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടും ഒറഷ്നിക് മിസൈൽ റഷ്യ സ്ഥാപിച്ചിട്ടുണ്ട്. കടും കൈ പ്രയോഗിക്കേണ്ടി വന്നാൽ അതിനു മുൻപ് ഈ 42 കേന്ദ്രങ്ങളും ഒരേ സമയം തകർക്കാൻ റഷ്യയ്ക്ക് സാധിക്കും. ഒറഷ്നിക് മിസൈൽ യുക്രൈനിലേക്ക് പരീക്ഷിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് അമേരിക്കയ്ക്ക് റഷ്യ വിവരം കൈമാറിയിരുന്നു എങ്കിലും ഈ ആധുനിക മിസൈലിനെ തടുക്കാൻ അമേരിക്ക യുക്രൈനിൽ സ്ഥാപിച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. ഈ യാഥാർത്ഥ്യം അമേരിക്കൻ ചേരിയെ പ്രതിരോധത്തിലാക്കുകയാണ്. പാശ്ചാത്യ മിസൈലുകൾ റഷ്യയിൽ പതിച്ചാൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യ മുൻപ് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ATACMS ഉൾപ്പെടെയുള്ള അമേരിക്ക വിതരണം ചെയ്യുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞ മാസമാണ് അമേരിക്ക യുക്രൈന് അനുമതി നൽകിയിരുന്നത്. ഇതിനെതിരെ അമേരിക്കയിലും കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്.